അങ്ങനെ എന്നത്തെ പോലെ തന്നെ ഇതാ പാറക്കുട്ടിക്ക് ഇതാ ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഫുഡിന് വേണ്ടിയിട്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതേപോലെ സ്നാക്സിന് വേണ്ടിയിട്ട് മാങ്ങി മുന്തിരിയായിട്ട് കൊടുത്തയക്കണത് ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ചു. പിന്നെ ഇതാ ഈ കർച്ചീഫിൽ ഇങ്ങനെ കെട്ടി കൊടുക്കണം കേട്ടോ. ടീച്ചർ പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കണം, LKG UKG കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇതിൽ വെച്ചാട്ടോ അവർ ഫുഡ് കഴിക്കാറ്. ഇങ്ങനെ എന്നും കെട്ടി കൊടുക്കാറുണ്ട്. പിന്നെ അതാ ജീരകം തിളപ്പിച്ച വെള്ളം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ജീരകം തിളപ്പിച്ച വെള്ളം എന്നും അന്ന് സ്കൂളിൽ വന്നാൽ അവൾ കുടിച്ചു നോക്കാറുണ്ട്, എല്ലാം കുടിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കാറുമുണ്ട്. പിന്നെ ഇതാ ആദ്യക്കുട്ടിന് പാറക്കുട്ടി കുറച്ച് നേരം മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മീനിനെ കണ്ടപ്പോൾ മീനിനെ തീറ്റിട്ടിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇതാ പാറക്കുട്ടി മീനിനെ തീറ്റിട്ടിരിക്കുക കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മീൻ. അങ്ങനെ ഇതാ മീനിനെ തീറ്റിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മീനിനെ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. കുറേ നേരം നോക്കിയതാ വണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വണ്ടിയിൽ പാറക്കുട്ടിനെ പറഞ്ഞയച്ചിട്ടോ. അങ്ങനെ 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഓംപ്ലേറ്റും കുറച്ച് വെള്ളം കുടിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ തിന്നാറുണ്ട്. പിന്നെ എന്താ ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നും ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കുറുക്കി ഒരു 5-6 ദിവസം ഇങ്ങനെ കുറുക്കി ഇത് രാവിലെ വേവിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഈ മഴ. കാറ്റൊന്നും ഇടിയൊന്നും ഇല്ലാത്ത നല്ലൊരു മഴയായിരുന്നു. അങ്ങനെ എനിക്കൊരുപാട് ഇഷ്ടം. കുറേ നേരം നേരത്ത് ഞാൻ വെള്ളയിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യക്കുട്ടന് ഭയങ്കര സങ്കടം. അങ്ങനെ ആദ്യക്കുട്ടനെ ഞാൻ കുറച്ച് നേരം, അവൻ ഭയങ്കര കരച്ചിലായിരുന്നു, കുറച്ച് നേരം മഴത്ത് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ സന്തോഷം കണ്ടില്ല, അവന് ഭയങ്കര ഇഷ്ടമാണ്. 2 പേർക്കും എന്താ പറയുക, വെള്ളത്തിൽ നിന്ന് കയറുന്ന ദിവസമല്ലേ, എന്നും ഏത് നേരം വെള്ളത്തിലാണ്. അങ്ങനെ എന്താ കുറേ നേരം അവൻ്റെ സന്തോഷം കണ്ട് ഞാനിരുന്നു കേട്ടോ. പിന്നെ എന്താ ഞാൻ മുഖത്ത് ഫേസ് വാഷ് ഉപയോഗിക്കാറുണ്ട്. ഈ ഫേസ് വാഷ് ഏതാണെന്ന് ചോദിച്ചാൽ ഡേംടോക്കിൻ്റെ ഫേസ് വാഷാണ്. നല്ല യൂസ്ഫുൾ ആട്ടോ. എനിക്ക് നന്നായിട്ട് ഇത് യൂസ് ആയിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങൾക്കൊന്നും ഇങ്ങോട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറച്ച് തേച്ചാൽ മതി, നല്ല വിലയുണ്ടിട്ട് 200 സംതിങ് 300 സംതിങ് തോന്നുന്നുണ്ട് ഇതിന്. അങ്ങനത്തെ കുറേ ആയി വാങ്ങിയിട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റത്തെ ബോട്ടിലാണ്. നല്ല മാറ്റം ഉണ്ട് എനിക്ക്. പിന്നെ അതേപോലെ തന്നെ കുളി കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കാറുണ്ട്. പോൺസിൻ്റെ മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കാറ്. എനിക്ക് നല്ലത് ഒരു കൊല്ലമായിട്ടേ തേക്കാറുണ്ട്. വാങ്ങിയ ഇതേ ബോട്ടിൽ തന്നെ വീണ്ടും വീണ്ടും ഞാൻ വാങ്ങാറ്. എനിക്ക് നല്ല മാറ്റം ഉണ്ട് തേച്ചിട്ട്. സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടുണ്ട്. അങ്ങനെ പിമ്പിൾസും കാര്യങ്ങളൊന്നും വല്ലാതെ വരാറില്ല. അങ്ങനെ അതാ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ലിപ്സ്റ്റിക്ക് ഇതാട്ടോ. ഡാസലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. നല്ല ഡാർക്ക് കളറാണ്. അതുപോലെ എല്ലാ സ്കിന്നിലുള്ളവർക്കും നല്ല മാച്ചാണ് തോന്നുന്നുണ്ട് ഈ ലിപ്സ്റ്റിക്ക്, നല്ല ഡാർക്ക് കളറായതുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ് കണ്ടില്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഒന്ന് കമൻറ്റ് ചെയ്യേ. അങ്ങനെ ഇത് വെച്ച് 2 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അത് നാളെ ഞാൻ വീഡിയോയിൽ ഇടുന്നതാണ്. പിന്നെ അതേപോലെ ഇതാ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് ഫുഡിക്ക് വേണ്ടിയിട്ട് ഇതാ മീൻ കറി ഉണ്ടായിരുന്നു, മീൻ പൊരിച്ചത്, കേബേജ് ഉപ്പേരി, വാഴപ്പിണ്ടിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആദ്യക്കുട്ടതാ ഒരു ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് കിടന്നപ്പോഴത്തേനും അവൻ എണീക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എണീച്ചപ്പോൾ അവൻ എന്താണെന്നറിയില്ല, ഒരു ഉറക്കക്കുറവ് എന്താണെന്നറിയില്ല, വീണ്ടും ഉറങ്ങാനുള്ളൊരു ക്ഷീണം അവൻ്റെ മുഖത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനും കൂടി കുറച്ച് നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ അതാ പാറക്കുട്ടി വന്ന് മേലകളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് എന്താ പഠിപ്പിച്ചത്, എന്തായിരുന്നു എന്നൊക്കെ സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ ഒരുപാട് ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഇതാ പഠിപ്പിച്ച്, അങ്ങനെ ഓളെ ഓരോ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ സ്ലേറ്റിൽ അവൾ അങ്കലവാടിയിൽ പഠിച്ച ഓരോ വാക്കുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പുസ്തകത്തിൽ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ അവൾ വളരെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ബാക്കിയൊക്കെ അവൾ ചിലതൊക്കെ അവൾ കൊളാക്കി എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈമല്ലേ അവൾ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ അവൾ മുടി കണ്ടില്ലേ, കണ്ണിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളോട് കുറച്ച് നേരം സ്നേഹിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരത്തേക്ക് ഇതാ ആ ചക്ക കൊണ്ട് ഒരു ആവിയിൽ ഒരു അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമാണ്. പക്ഷേ തേങ്ങ ഇട്ടതുകൊണ്ട് എനിക്ക് അത്രയ്ക്കാണ്ട് ഇഷ്ടമല്ല. തേങ്ങ ഇട്ട ഒരു സാധനം ഞാൻ കഴിക്കാറില്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചക്ക ആയതുകൊണ്ട് ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചക്ക ആയതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാറുൻ്റെ യൂണിഫോമൊക്കെ ഡെറ്റോളിൽ ഞാൻ മുക്കിയിടാറുണ്ട് കേട്ടോ. അവളെ ഒന്ന് തിരുമ്പി കഴിഞ്ഞ ശേഷം ഡെറ്റോളിൽ നൊൽമ്പിടാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാക്കിയെല്ലാം ഞാൻ വാഷിംഗ് മെഷീനിലായിട്ട് അലക്കാറതാ. അവളുടെ യൂണിഫോമൊക്കെ തോരട്ട് കരിമ്പലടിക്കും. അപ്പോൾ വെറുതെ നാശാവണ്ട വിചാരിച്ചിട്ട് ഞാൻ എന്നും അപ്പോൾ അത് തോരട്ട് കഴുകാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സന്ധ്യ ആവാറായിട്ടോ. അങ്ങനെ ആദ്യക്കുട്ടനെ മേലേക്ക് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ആദ്യക്കുട്ടൻ കുറേ നേരം വിളക്കിൻ്റെ അവിടെ കുറേ നേരം അങ്ങനെ എന്തൊക്കെയോ നുള്ളിപ്പറക്കി പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ.